ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, അക്കാദമിക് കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീണ്ടും നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഓറിയന്റേഷൻ സെഷൻ എന്നുള്ള രീതിയിലാണ്. DSM-5 ഓറിയന്റേഷൻ സെഷനാണ്. നമുക്കറിയാം, മെന്റൽ ഹെൽത്തിന്റെ അവയർനെസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ തന്നെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ശരിയായിട്ടുള്ള ഒരു ക്ലിനിക്കൽ അസസ്മെന്റ്, അതുപോലെ തന്നെ ആക്യുറേറ്റ് ഡയഗ്നോസിസ് എന്നുള്ളത്. എന്നാൽ ഒരു വ്യക്തിയുടെ മെന്റൽ ഡിസോർഡേഴ്സും സയന്റിഫിക്കലി വാല്യൂ ചെയ്യുന്നതിനും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാനുവലാണ് DSM-5 എന്നത്. DSM എന്നത് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് എന്നതിന്റെ ഷോർട്ടാണ്. സോ ലോകമെമ്പാടുമുള്ള സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, മെന്റൽ ഹെൽത്ത് മേഖലയിലെ സ്റ്റുഡൻസ് എന്നിവരെല്ലാം വളരെ മാനുവലായി വ്യാപകമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമുക്ക് DSM-5 ബേസിക് സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതിൽ വന്നിട്ടുള്ള ന്യൂ ചേഞ്ചസ് എന്തൊക്കെയാണ്, പുതുതായി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ചില ഡയഗ്നോസിസ് കൂടാതെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ നയിക്കുന്നത് നമ്മുടെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും ബെഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് CBT ട്രെയിൻഡ് ആയിട്ടുള്ള AB ആൻഡ് IBT ലൈസൻസ്ഡ് ആയിട്ടുള്ള നിസാർ സാറാണ്. നമുക്കറിയാം, വിൻബിൾ അക്കാദമിയിൽ തന്നെ നിസാർ സാറിന്റെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വർക്ക്ഷോപ്പുകളും ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ വെബിനാറുകളും സംഘടിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ 1 മന്തിന്റെ DSM-5 എന്ന ഒരു കോഴ്സ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാസ്റ്റർ മെന്റൽ ഹെൽത്ത് ഡയഗ്നോസിസ് എന്ന പേരിൽ ഒരു 1 മന്ത് കോഴ്സ് ജൂലൈ 13 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിവരം കൂടി സന്തോഷപൂർവ്വ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. സോ അധികം ലേറ്റ് ആവാതെ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഒരിക്കൽ കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നിസാർ സാർ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഹ്മ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം? എന്നാ ഉണ്ട്, സുഖമായിട്ട് പോകുന്നു സാറേ. വെരി ഗുഡ് വെരി ഗുഡ്. ഗുഡ് ഈവനിങ്. അപ്പോ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് അല്ലെ, ഈ ഒരു സെഷനിലേക്ക് വന്നിട്ട് എല്ലാവർക്കും വളരെ സന്തോഷം അറിയിക്കുകയാണ്. ശിലാമാമിനെ കുറെ ആളെ കണ്ടിട്ടില്ലേ? കുറെ അതിന്റെ ഇടയ്ക്കൊന്നും മുങ്ങിയില്ലേ? പോയി തോന്നുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു DSM-5 നമുക്കറിയാം, ഒരു ഡയഗ്നോസിസ് കണ്ടെത്താനുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ. നമ്മളെ മുമ്പില് ഒരു മുമ്പിൽ ഒരാൾ വന്നിട്ട് കരയാണ്. അതേപോലെ മറ്റൊരാൾ വന്നിട്ട് നമ്മൾ മുമ്പിൽ ചിരിക്കുകയാണ്. ഒരാൾ പറയാണ് എനിക്ക് ആരെയും വിശ്വാസമില്ല. അതേപോലെ മറ്റൊരാൾ ഒരു വാഷ്റൂമിൽ പോയിട്ട് കൈകൾ നിരന്തരമായിട്ട് കഴുകുന്നു. ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു 4 വ്യക്തികൾ. അപ്പൊ നമുക്കിതിൽ ശരിക്കും ആരാണ് ഇതിൽ മെന്റൽ ഇൽനെസ് ഉള്ള ഒരാൾ? പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചു. ഒരാൾ വന്ന് ചിരിക്കുന്നു, ഒരാൾ വന്ന് കരയുന്നു, ഒരാൾ പറയാണ് എനിക്ക് ആരും ഈ ലോകത്തുള്ള ഒരാളെയും വിശ്വസിക്കാം, അറ്റ്ലീസ്റ്റ് എന്റെ ഭാര്യയെ പോലും വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ മറ്റൊരാൾ വന്നിട്ട് റിപ്പീറ്റഡ് ആയി കൈ കഴുകുന്നു. ഇതൊരാർക്കാണ് ശരി? റിപ്പീറ്റഡ് ആയിട്ട് കൈ കഴുകുന്ന ആളല്ലേ? ഇതിലെല്ലാവരും മെന്റൽ ഇൽനെസ് ഉള്ളവരല്ലേ സാർ? ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ. അതെ, ഇൽനെസ് അല്ല, ഒരു ഇൽനെസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നോട്ട് ഓക്കെ എന്നുള്ള സിറ്റുവേഷൻ. ഇൽനെസ് അതെ. സിംറ്റംസ് ഒക്കെ വരുമ്പോൾ OCD ആയിരിക്കും. പക്ഷെ നമുക്ക് ആ റിപ്പീറ്റഡ് ആയി സിംറ്റംസ്, എടുക്കുന്ന OCD അതാണ്. അതെ, നമുക്ക് ഈ സംഭവത്തൊക്കെ അറിയാം. പക്ഷെ ഈ ഒരു സിംറ്റംസ് കണ്ടിട്ട് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുമോ? ഈ ചെയ്യുന്ന പ്രവർത്തനം കണ്ടിട്ട് നമുക്ക് ഒരാളൊരു മാനസിക രോഗിയാണ്, ഇപ്പൊ റിപ്പീറ്റഡ് ആയി കഴുകുന്നു, നമുക്ക് അയാൾക്ക് OCD ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാൾ തീർച്ചയായിട്ടും വന്ന് ഇല്ല സാർ. ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ വന്ന് കരയുന്നു, അല്ലെങ്കിൽ ഒരാൾ പറയും എനിക്ക് ആരും വിശ്വാസമില്ല. ആ ഒരൊറ്റ ഇൻസിഡൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർസെപ്ഷൻ വെച്ചിട്ടോ നമുക്ക് അവിടെ അയാൾക്കൊരു മെന്റൽ ഇൽനെസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം തീർച്ചയായിട്ടും ഇല്ല. എന്താണ്? പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാനത്? അവര് കാണിക്കുന്ന പ്രവർത്തനത്തിന്റെ ആ പാറ്റേൺ മനസ്സിലായിച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസിസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ കരച്ചിൽ അയാളെ ലൈഫ് ലോങ് എന്നും ഉണ്ടോ? ഏതൊക്കെ സിറ്റുവേഷൻ മാത്രമേ ഈ ട്രൈബ്സ് മാത്രമാണോ അല്ലെ ഡിസോർഡറിലേക്ക് എത്തിയിട്ടുണ്ടോ നമ്മൾ അറിയണം.
അല്ലെങ്കിൽ ഈ ഒരു OCD എന്ന് പറഞ്ഞ ആൾ നിരന്തരമായിട്ട് ഒരാൾ കൈ കഴുകുന്നുണ്ടെങ്കിൽ അയാള് എല്ലാ അവസരത്തിലും ഇതേ പ്രവർത്തനം ഉണ്ടോ നോക്കണം. ആ പാറ്റേൺ നമുക്കറിയണം. ഈ ഒരു പാറ്റേൺ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് DSM-5 അല്ലെങ്കിൽ DSM എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴായിട്ടും ചിലപ്പോൾ ഈ ഒരു DSM നമുക്കറിയാം ഒരു വ്യക്തിയുടെ അനുഭവങ്ങളെ ശാസ്ത്രീയമായിട്ട് എന്താണ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. കാരണം ഒരാൾ നമ്മളെ മുമ്പിൽ നിരന്തരമായിട്ട് കരയുന്നത് എന്തുകൊണ്ടാണ് അയാൾ കരയുന്നത്, എന്ത് അവസ്ഥയിൽ കൂടെയാണ് എന്ത് മാനസികാവസ്ഥയിൽ കൂടെയാണ് അയാൾ കടന്നു പോകുന്നത്, അല്ലെ അയാൾ എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് കൈ കഴുകുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് അയാൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൊഫഷണൽ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുത്തുന്ന ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ടൂളാണ് DSM എന്ന് പറയുന്നത്. കാരണം ഇതിൽ നമുക്ക് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിങ് റെഡിയാക്കാനല്ല, ഒരു തെറാപ്പികൾ തരാനോ അതേപോലെ ഒരു ഡയഗ്നോസിസ് ഒരു പ്രോഗ്നോസിസ് കണ്ടെത്താനോ വേണ്ടിയിട്ടല്ല. കാരണം ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് എന്താ പറയുക ഒരു റൂട്ട് മാപ്പ് റെഡിയാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു DSM സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ റിസർച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിലുണ്ടാവുക. അതേപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് DSM എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു അസുഖം വന്നപ്പോൾ നമ്മളെ മുമ്പിൽ വന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഏത് ഡിസോർഡർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അയാൾ ഒറ്റ ഇരിപ്പിൽ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ സ്വഭാവങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണ്, ഏത് സയന്റിഫിക് പാറ്റേണിൽ കൂടെയാണ് ആൾ പോകുന്നത്, ഏതൊക്കെ വിഷമഘട്ടത്തിലൂടെയാണ് പോകുന്നത്, അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം കൂടി വരികയാണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു ECG ഒക്കെ എടുക്കും, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തും, പിന്നെ അതിന്റെ ഹിസ്റ്ററി എടുക്കും, എന്തെങ്കിലും മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലൊക്കെ എടുക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു സൈക്കോളജിയിലും അയാൾക്കൊരു ചെസ്റ്റ് പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കത് ഒരു പാനിക് ആണോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആണ്, എന്തുകൊണ്ട് അയാൾക്ക് ലൈഫിൽ ഒരു പാനിക് ഇത് വന്നു, അല്ലെങ്കിൽ സിംറ്റംസുകൾ മാത്രമായിട്ട് സഡൻലി വരുന്ന ഒരു സിംറ്റംസ് ആണോ, അല്ലെങ്കിൽ ഇത് എന്ന് മുതലാണ് തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പാനിക് വരുന്ന സമയത്ത് അയാൾക്ക് ഫിസിക്കൽ സെൻസേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമുക്കിതിന് സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫുള്ള ഈ ഒരു പുസ്തകങ്ങൾ DSM പോലെയുള്ള ICD പോലെയുള്ള പുസ്തകങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ നമുക്കറിയാം ഒരു സാഡ്നെസ് വന്നു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ ആണെന്നറിയാം, ഒരു ഫിയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആണ്, അതേപോലെ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഡെലൂഷൻസ് ആണ്, അതേപോലെ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരു OCD ആണ് അത്. അപ്പോൾ ഈ ഒരു ഡയഗ്നോസിസ് നമുക്ക് ഇത് തിരിച്ചറിയണമെങ്കിൽ എന്താണ്, ഈ ഒരു ക്ലിനിക്കൽ പാറ്റേൺ നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു DSM-നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ DSM-ന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് 1952 DSM-1 ഒരു 106 ഡിസോർഡറുകൾ. ഇപ്പൊ നമ്മളെ മുമ്പിൽ ഒരുപാട് ഡിസോർഡറുകൾ അണ്ടിൽ 2022 DSM-5 TR ആദ്യമായി പുറത്തിറങ്ങിയിട്ടുള്ള പുതിയ അപ്ഡേഷനുമായിട്ട്. പക്ഷെ ആദ്യമായിട്ട് വന്ന DSM-1 തുടങ്ങിയിട്ടുള്ള 1952 വെറും 106 ഡിസോർഡറുകൾ മാത്രം കണ്ടെത്തിയിട്ടാണ്. അത് തന്നെ ഈ ഒരു ക്ലസ്റ്റർ A, B, C അതിൽ 10 തികച്ചൊന്നും ഇട്ടില്ല. വ്യത്യസ്തമായിട്ട് ചിലത് മിക്സഡ് ആയിട്ട് വരുന്ന ഡിസോർഡറുകളുമായിട്ട് അതിന് അന്നുണ്ടായിരുന്നു. പിന്നീടാണ് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് തന്നെ കുറച്ചുകൂടി അപ് ടു ഡേറ്റ് ആയിട്ട് DSM-2 വന്നത്. അതൊരു വലിയ മാറ്റങ്ങളില്ല, ഒരു സ്റ്റിൽ ഡിസ്ക്രിപ്റ്റീവ് ആദ്യം കൊടുത്ത് ഈ 106 തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് കൊടുത്തു എന്നല്ലാതെ പുതിയ സംഭവങ്ങളിലൊന്നും കൂടി അതിൽ ഒരു റിലയബിലിറ്റി, ഒരു റിസർച്ച് പരമായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി പിന്നീടാണ് ഒരു DSM-3 വന്ന സമയത്താണ് ഒരു സൈക്യാട്രി ലെവൽ ഒരു റെവല്യൂഷൻ തന്നെ, ഒരു വിപ്ലവം തന്നെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെടുത്തത്. കുറച്ചുകൂടി ഒരുപാട് 106 നിന്നും സംതിങ് 200 സംതിങ് വീണ്ടും അതിലേക്ക് ആഡ് ഓൺ ആയി. പിന്നെ ആളുകൾ എന്താണ് ഈ ഒരു DSM ശ്രദ്ധിച്ചു തുടങ്ങി, ഒബ്സർവ് ചെയ്തു തുടങ്ങി. അതേപോലെ റിസർച്ചിനായിട്ട് ഒരുപാട് DSM പുസ്തകങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ DSM-3 4 ശരിക്കും ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെ ഒരു സൈക്കോളജി മേഖലയിൽ ഈ DSM ഉണ്ടാക്കിയെടുത്തത്. കാരണം നമ്മളെ മുമ്പിൽ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 6 or 7 ഈ ഒരു സിംറ്റംസ് കണ്ടാൽ മാത്രമേ അയാൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്, എനിക്ക് സംശയമുണ്ട്, ഞാൻ ചിലപ്പോൾ മറ്റുള്ള ആളുകളെ വിശ്വസിക്കുന്നില്ല, അതേപോലെ എന്താണ് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് താല്പര്യം, അതേപോലെ പിന്നെ എനിക്ക് ചില സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല,
പിന്നെ എനിക്ക് മറ്റുള്ള ആളുകൾ ചിലപ്പോൾ ഒരു ഡീലിങ്ങും താല്പര്യമില്ല, ഞാൻ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെയാണ് എനിക്ക് താല്പര്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ പഠിക്കുന്ന നമുക്കൊരു തോന്നണം, ഇത് ഒരു പാരനോയിഡ് ഡിസോർഡർ, ലൈക്ക് ക്ലസ്റ്റർ എയിലുള്ള ആ ഒരു പാരനോയിഡിലേക്കാണ് പോകുന്ന ഒരു ധാരണ നമുക്ക് കിട്ടണം. അതറിയണമെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പാരനോയിഡിനെ കുറിച്ച് എത്ര സിംറ്റംസുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൽ 7 എണ്ണമെങ്കിലും ഇയാൾ പറഞ്ഞിട്ടില്ല, 6 7 നിലവിൽ അവിടെ വരണം. എന്നാൽ മാത്രം നമുക്ക് അവിടെ. അപ്പൊ ഇത് അടിസ്ഥാനത്തിലാണ് DSM-4 ശരിക്കും ഒരു എവിഡൻസ് ബേസ് ആയിട്ട്, കാരണം ക്ലയന്റ് പറയുന്നത് അതേപോലെ ഈ സംഭവം ഇവിടെ ഈ പുസ്തകത്തിൽ ഉണ്ടോ നോക്കിയിട്ടായിരുന്നു ആ DSM-4 മുതൽ ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിൽ വന്നു. ഒരു ചിലപ്പോൾ നമ്മുടെ ഈ ഒരു കൾച്ചറിൽ, അതായത് എല്ലാ മേഖലയും യൂറോപ്പിലാണെങ്കിലും ഏഷ്യൻ കൺട്രിയിലൊക്കെ ആണെങ്കിൽ പോലും ഇത് ഈ ഒരു DSM വെച്ച് ഈ ഒരു മേഖലകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ DSM-4 കൊണ്ടുണ്ടാക്കി. അപ്പൊ അതിനുശേഷമാണ് പിന്നെ DSM-5 എത്തുന്ന സമയത്ത് ഒരു കാറ്റഗോറിക്കൽ മോഡൽ. ഇതും പോരാ, ഇത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വേണം. കാരണം ഒരു സിംറ്റംസിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ കൊടുക്കണം എന്നുള്ള ഒരു അമേരിക്കൻ APA ആ ഒരു ടീം എന്താണ് വീണ്ടും ഇതിനൊരു ക്രോസ് ചെക്കിങ് ചെയ്യാണ്. ഇതുവരെ DSM-4 വരെ നമ്മൾ 5 വരെ ഇറക്കി, പക്ഷെ 4 വരെ ഇറക്കി. ഇതിൽ എന്തൊക്കെയാണ് 5ലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക, എത്രയൊക്കെ മാറ്റങ്ങളാണ്. പിന്നീടാണ് 5 എത്തുമ്പോഴാണ് ഒരു ഡെവലപ്മെന്റൽ പെർസെപ്റ്റീവിലേക്ക് ഈ ഒരു DSM എത്തിയിട്ടുള്ളത്. അതായത് ഒരു ഡിസോർഡർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരാളുടെ ജീവിത ശൈലിയിൽ നിന്നും അയാൾ ജീവിച്ച മേഖല, ജനിച്ച അന്ന് മുതൽ ജനറ്റിക്കും ബയോളജിക്കൽ എൻവിറോൺമെന്റ് എല്ലാ റീസണും വെച്ച് ഒരാളൊരു പേഴ്സണാലിറ്റി ട്രൈറ്റ്സും കടന്നൊരു ഡിസോർഡറിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മേഖലയിൽ എത്തുന്ന ഒരു പുസ്തകമായിരുന്നു DSM-5ലേക്ക്. കാരണം അതായിരുന്നു ശരിക്കും ഒരുപാട് കാലം DSM-5 തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു 2017-18 മുതൽ 2022 വരെ ഈ 5 തന്നെയാണ്. ഇപ്പോഴും ആളുകൾ 5 തന്നെയാണ്, ഒരു 90% ആളുകൾ TRലേക്ക് എത്തിയിട്ടില്ല. 5 തന്നെയാണ് ഉപയോഗിക്കുന്നത് പല കാരണത്തിനും. അപ്പോ പിന്നീടാണ് ഇപ്പൊ അടുത്ത 2022 ശരിക്കും ഇതിന്റെ DSM-5 TRന്റെ ഒരു റിവിഷൻ എന്നതുപോലെ, ടെക്സ്റ്റ് റിവിഷൻ എന്നതുപോലെ ഒരു പുതിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായതും അതിനുശേഷം മെയിനായിട്ട് ഇതിലുണ്ടായ അപ് ടു ഡേറ്റ് ആയിരുന്നു. പിന്നെ സൂയിസൈഡൽ അസസ്മെന്റ് ഗൈഡൻസ്, അതേപോലെ കൾച്ചറൽ അപ് ടു ഡേറ്റ്സുകൾ, ടെർമിനോളജി റിവിഷൻസ് ഒക്കെ ഒന്നുകൂടി വ്യക്തമായിട്ട് ഒരാൾക്ക് ഒരു സൂയിസൈഡ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഡിസോർഡർ വന്ന് എന്തുകൊണ്ടാണ് അയാൾക്ക് കൂടെ മറ്റൊരു മൾട്ടിപ്പിൾ ഡിസോർഡർ വരുന്നത്. നമ്മൾ പഠിച്ചത് ഒരാൾക്ക് പിന്നെ DSM-3 4 ഒക്കെ വെച്ച് നോക്കുന്നതാണ് ഒരാൾക്ക് ഒന്നേ വരും. പക്ഷെ അതിന് കുറച്ചുകൂടി വന്ന സമയത്ത് അന്വേഷണം, എൻക്വയറിയും സയന്റിഫിക് ആയിട്ട് റിസർച്ച് ഒരാൾക്ക് മൾട്ടിപ്പിൾ ആയും ട്രിപ്പിൾ ആയിട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് 5 TR അവിടെ തെളിയിച്ചു. അപ്പോൾ ഇതായിരുന്നു ശരിക്കും ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയും. കാരണം ഈ 2022 ഇപ്പൊ പുതിയ അപ്ഡേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ TR കഴിഞ്ഞിപ്പോൾ അത് ഏത് രൂപത്തിലാണ് നമുക്ക് മുമ്പിൽ എത്തുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ആസ് എ സൈക്കോളജി കൗൺസിലർ എന്ന സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ DSM-നെ കുറിച്ച് അറ്റ്ലീസ്റ്റ് അതിലുള്ള മെന്റൽ ഡിസോർഡറിന്റെ സിംറ്റംസ് എങ്കിലും ഒന്ന് അറിഞ്ഞു, പേരും കോഡ് നമ്മളൊന്നും നമുക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം ഒരാൾ നമ്മളെ മുമ്പിൽ പറഞ്ഞ സമയത്ത് അയാൾക്ക് ഇന്ന പ്രശ്നമാണ് നമുക്കൊന്ന് അറിയണം, ഇത് ഇന്ന രീതിയിലേക്കാണ് പോകുന്നത്, ഇന്ന വേ കൂടെയാണ് ഇയാൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് പൊതുവെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനൊരു ഫിലോസഫിക്കലി ആയിട്ട് ഒരു DSM-നെ കുറിച്ച് പോകുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രോഗങ്ങളെ കണ്ടുപിടിക്കലല്ല DSM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് DSM എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും ചിന്തയിലും വികാരത്തിലും കാണുന്ന ഒരു റിക്വയറിംഗ് പാറ്റേൺ ഉണ്ട്. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് DSM ഉദ്ദേശം. കാരണം DSM ഉപയോഗിച്ചിട്ട് അയാൾക്ക് ഇന്ന ഡിസോർഡർ നമുക്ക് കണ്ടെത്തുക, അതല്ല ഉദ്ദേശം. കാരണം എനിക്കിപ്പോ ഒരു ട്രിഗർ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ട്രൈറ്റ്സ് ഉണ്ട്. ഈ ഒരു ട്രൈറ്റ്സ് എങ്ങനെയാ വന്നിട്ടുള്ളത്, ഞാൻ എങ്ങനെയാണ് ഒരു ട്രൈറ്റിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്, ആ ട്രൈറ്റിനെ കണ്ടെത്തി ഇത് പറയാം, ഇതാണ് ഇയാളുടെ ഡയഗ്നോസിസ് എന്നുള്ളത്. നമ്മളെപ്പോഴും പിന്നെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എഴുതാറുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള ഒരു വേർഡാണ് ഇംപ്രഷൻ എന്ന് പറയുന്ന സാധനം. ഈ ഇംപ്രഷൻ നമ്മൾ എന്താണ് അവിടെ എഴുതേണ്ടത്? കാരണം ഈ ഇംപ്രഷൻ വെച്ചിട്ടായിരിക്കും പല സൈക്കാട്രിക് ലെവലിലേക്കും മറ്റാളുകൾക്കൊക്കെ റെഫറൽ ആയിട്ട് പോകുന്നത്. അതായത് ഈ ഒരു ക്ലയന്റ് പറഞ്ഞത് കേട്ടിട്ടോ അത് 100% നമ്മൾ വിശ്വസിക്കുന്നില്ല അവിടെ.
കാരണം ഇയാളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കേട്ട് എനിക്ക് എന്താണ് മനസ്സിലായിട്ടത്, എനിക്ക് എന്താ മനസ്സിൽ ഏത് ഡിസോർഡറാണ് ഇയാൾക്ക് തോന്നിയിട്ടുള്ളത്, അതാണ് ഇംപ്രഷനിൽ എഴുതുന്നത്. കാരണം അയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടാവും, ആൻസൈറ്റി പരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഡ്രസ് ഇഷ്യൂസുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ കേട്ട് നമുക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് അതാണ് വരുന്നത്. ഇത് ഏത് ബേസ് വെച്ചിട്ടാണ് പോകുന്നത് ഈ ഇംപ്രഷൻ? അയാളെ സിംറ്റംസുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, റിപ്പോർട്ട് ചെയ്ത് വെച്ചു, DSM ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഡിസോർഡറിലേക്കാണ് ഇയാൾക്കൊരു ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ആണ്, അല്ലെങ്കിൽ ഒരു OCD ആണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലൊക്കെയാണ്, അല്ലെങ്കിൽ ഫാമിലി കോൺഫ്ലിക്റ്റ് ഉള്ള ആളാണ്. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ ഒരു ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് DSM ഒന്ന് മനസ്സിലാക്കേണ്ടത്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് ഡ്യൂറേഷൻ ആണ്, അതേപോലെ അതിന്റെ ഫ്രീക്വൻസി, അതേപോലെ അതിന്റെ സെവറിറ്റി, ഡിസ്ട്രസ്, ഫങ്ഷണൽ ഇമ്പയർമെന്റ്, അതേപോലെ ഒരു ഡെവലപ്മെന്റ് കോണ്ടസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ കണ്ടെത്തുക എന്നാണ്. അയാൾക്ക് ആ പ്രശ്നം വന്നത് മുതൽ ഇപ്പോൾ നിലവിൽ അനുഭവിക്കുന്ന ആ രീതിയിലുള്ള ആ ഒരു പാറ്റേൺ നമ്മൾ കണ്ടെത്തും. ചിലപ്പോൾ അതിൽ ചിലപ്പോൾ കൾച്ചർപരമായിട്ടും നമുക്കൊരു ക്ലിനിക്കൽ ലെവലൊക്കെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ടി വരും, അയാൾ കൺഫേം ആക്കാൻ വേണ്ടി. അറ്റ്ലീസ്റ്റ് നമ്മൾ ബോർഡർ ലൈൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് വേഗം കൊടുത്ത് ഇത് ഉറപ്പ് തന്നെയാണ്, ഇയാൾക്ക് മൂഡ് കുറച്ച് ഡൗൺ ആണ്, നമ്മൾ അയാൾക്ക് ഒരു ഫാമിലി കുറച്ച് ഇഷ്യൂസുകൾ, പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ ആള് ഇറിറ്റേറ്റഡ് ആവും, ഈ ഒരു സിംറ്റംസ് അത് ബോർഡർ ലൈൻ തന്നെ നമ്മൾ ഉറപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, DSM എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇടത്തെ കയ്യിൽ DSM, വലത്തെ കയ്യിൽ നമുക്ക് എന്താണ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാനും വേണം. അതിനനുസരിച്ചായിരിക്കും ഒരു കണക്റ്റീവ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു തെറാപ്യൂട്ടിക് അലയൻസോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ലെവലിലേക്ക് നമ്മൾ പോവേണ്ടത്. ക്ലിയർ ആണോ? സാറേ സാറേ ഒരു സംശയം. നമ്മളിവിടെ ICD 11 നമ്മള് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തപ്പോ ചെയ്തത് DSM ആണോ നമ്മൾ യൂസ് ചെയ്യണത്? നമ്മൾ DSM ആണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. കാരണം ICD എന്ന് പറയുന്ന ഈ ഒരു മെന്റൽ ഡിസോർഡറിന്റെ ഒക്കെ കോഡ് നമ്പർ ഒന്ന് മനസ്സിലാക്കാനും, സംഭവങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണെങ്കിൽ പക്ഷെ ICD അത്ര ഡീപ്പസ്റ്റ് ലെവൽ നമുക്ക് ഇങ്ങനെ കിട്ടിക്കോളണമെന്നില്ല. അതേ സമയത്ത് DSM-ൽ നമുക്ക് എന്തൊക്കെ മെന്റൽ ഡിസോർഡറിന്റെ എല്ലാ സംഭവങ്ങളും അതിൽ ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് DSM തന്നെ ആയിരിക്കണം. പിന്നെ ഈ ഒരു മെഡിക്കൽ കോഡിങ് അങ്ങനത്തെ കുറെ കോഴ്സുകളുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് ICD 10 ലെവലും ഒക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞവർക്ക് അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോഡ് നമ്പർ ആയിട്ട് അവരായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് നമ്പർ ഒരു കാർഡ് വയ്ക്കും, ആ ഒരു ക്ലയന്റിനോ പേഷ്യന്റിനോ കൊടുക്കുക. അപ്പൊ ആ ഒരു ക്ലയന്റോ പേഷ്യന്റ് ഏത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇന്ന പ്രയാസമായിട്ടാണ് വന്നിട്ടുള്ളത്, ഇന്ന ബുദ്ധിമുട്ട്, ന്യൂറോളജിക്കലി ആണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫിസിക്കലി ആയിട്ട് മെഡിക്കേഷൻ കണ്ടീഷൻ ആണോ ഒക്കെ നമുക്ക് അതിലൂടെ തിരിച്ചറിയാൻ പറ്റും. കോഡ് നമ്പർ ബേസ് വെച്ചിട്ടാണ് ഈ ഒരു ICD പോകുന്നത്. അതേ സമയത്ത് ഇതൊരു APA എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലെവലിൽ അമേരിക്കൻ അസോസിയേഷന്റെ അണ്ടറിൽ വരുന്നത്, വളരെയധികം സയന്റിഫിക്കലി ആയി റിസർച്ചുകൾ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ഇത്. ക്ലിയർ ആണോ? അപ്പോ നമുക്ക് ഈ ഒരു DSM-ലേക്ക് വരുന്നത് മെയിനായിട്ട് ഒന്ന് മനസ്സിലാക്കുക, ഒരു ഡയഗ്നോസിസ് എന്നത് ഒരു ഇക്വേഷൻ ലെവലിൽ നമ്മൾ കാണുന്നതല്ല, ഒരു ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കാണണം. അപ്പൊ നമ്മളൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ഡയഗ്നോസിസ് അല്ല ചെയ്യാറ്, നമ്മൾ ക്ലിനിക്കൽ ഇന്റർവ്യൂ ചെയ്യും, അതിനുശേഷം ഒബ്സർവേഷൻ ഉണ്ടാവും, പിന്നെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എഴുതും, പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ഉപയോഗിക്കും, പിന്നെ ഏതെങ്കിലും തരത്തിൽ ഫിസിക്കൽ ഇവാലുവേഷൻ ഉണ്ടെങ്കിൽ അത് നടത്തണം നമ്മൾ, പിന്നെ അതേപോലെ ഏതെങ്കിലും തരം കൊളാറ്ററൽ ഇൻഫർമേഷൻ, ഇതല്ലാതെ അയാളെ കുറിച്ച് എന്തെങ്കിലും വിശദ വിവരങ്ങൾ നമുക്ക് ഡാറ്റ കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവും. ഇതുവരെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. അടുത്ത സെഷനാണ് നമുക്ക് DSM ക്രൈറ്റീരിയ. ഇതുവരെ നമ്മൾ നേടിയിട്ടുള്ള ആ ഒരു ഡാറ്റ കളക്ഷൻ വെച്ചിട്ട് ഇയാൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ DSM-ൽ ഏത് ഡിസോർഡർ ആണ് ഇയാൾക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ബേസ് വെച്ച് നോക്കുക. എന്നിട്ട് ഒരു ക്ലിനിക്കൽ ലെവൽ പോവാം. അത് ഇംപ്രഷൻ അവിടെ നമ്മൾ ഇയാൾക്ക് ഇന്നത രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. കാരണം ആദ്യമേ തന്നെ നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ MSc-യിൽ നമ്മൾ എഴുതുകയാണ്, ഇന്ന ഡിസോർഡർ ആണ് ഇയാൾക്കുള്ളത്. അത് നമുക്ക് അതെന്താണ് നമ്മൾ കണ്ടെത്തിയാൽ പോലും, നമുക്ക് സിംറ്റംസ് ആണ് പറയുന്നത്, ടെസ്റ്റുകൾ വെച്ച് കണ്ടെത്തിയാൽ പോലും ഒരു 3-4 സെഷൻ ആകുമ്പോൾ കറക്റ്റ് സ്റ്റെക്കായി പോകും നമ്മൾ അവിടെ പിന്നെ കൊടുക്കാൻ നമുക്ക് കിട്ടിക്കോളണമെന്നില്ല എന്താണെന്നുള്ളത്. പലപ്പോഴായിട്ട് കേസിൽ ഒന്നാമത് ചിലപ്പോൾ നമ്മൾ 3-4 സെക്കൻഡ് നമ്മുടെ കയ്യിലുള്ള എല്ലാ ടൂൾസും വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയും.
അറ്റ്ലീസ്റ്റ് ഒരു 1-2 സെഷൻ അയാളെ പൂർണ്ണമായിട്ട് നമ്മൾ അസസ്മെന്റിനായിട്ട് മാറ്റിയെടുക്കുക. എന്താണ് ശരിക്കും അയാൾ, കാരണം ആദ്യ സെഷൻ വന്ന പോലെ ആയിരിക്കില്ല രണ്ടാം സെഷനിൽ വരുന്നത്. കാര്യങ്ങളൊക്കെ മറിച്ച് ആൾ ഉൾട്ടാക്കി പറയുന്നുണ്ടാവും. ചിലപ്പോൾ രണ്ടാമത്തെ സെഷനിൽ വരുന്നത് പുതിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഇതിലൊക്കെ നമ്മളൊന്ന് ആദ്യത്തെ സെഷൻ കാണുമ്പോൾ തന്നെ ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ 1-2 സെഷൻ കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ആവും. പിന്നെ ആ ക്ലയന്റിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അയാളവിടെ പോവുകയില്ല. നമ്മൾ അത്ര ഡീപ്പായിട്ടൊരു റാപ്പോ ബിൽഡ് ബൗണ്ടറി ഒക്കെ കവർ ചെയ്തിട്ട് അയാളൊക്കെ ഒന്ന് സെറ്റായി, അയാളൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി, പിന്നെ നമുക്കൊന്ന് ഒഴിവ് അയാൾ പറയും നിങ്ങളൊക്കെ എന്നെ മതി, എനിക്ക് വേറെ ആരും വേണ്ട, ഞാൻ എവിടെയും പോകും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തന്നാൽ മതി എന്നുള്ള ഒരാൾ. നമുക്കാണെങ്കിലോ ഇയാൾക്ക് എന്ത് കൊടുക്കും, സൈക്കോളജിന്റെ എല്ലാ ടൂളും ഇന്റർവെൻഷൻ കഴിഞ്ഞല്ലേ ഈശ്വര. പിന്നെ അങ്ങോട്ട് ചെക്ക് ചെയ്യാണ് ഗൂഗിളും അത് ഈ പറഞ്ഞ നമുക്ക് പിന്നെ സുഹൃത്തുക്കൾക്കിടയിലും എല്ലാവരും ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താൽ നീ ഇപ്പൊ ആദ്യം ഇത് ചെയ്തോ, അതൊക്കെ ഞാൻ കൊടുത്തു, പിന്നെ അത് കൊടുത്തു, അതും കൊടുത്തു, ഇനിയിപ്പോ എന്താ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ എന്താണ്, നമ്മൾ ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് അതിന്റെ റിസൾട്ടും ഇല്ലാതെ. അപ്പൊ 1 മുതൽ 10 വരെ എണ്ണുക എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. പക്ഷെങ്കിൽ 10 മുതൽ മേലോട്ട് 1 വരെ എണ്ണത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെ 10, 9 എന്നുള്ളത്. അപ്പൊ അതേപോലെയാണ് ഒരു അസസ്മെന്റ് എടുക്കുന്ന ഒരു പാറ്റേൺ. അപ്പോ പലപ്പോഴും ഈ ഒരു ഓരോ ഡിസോർഡറിലും നമുക്ക് സാധാരണയായിട്ടുള്ള ചില ഒരു കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, ചില ഘടകങ്ങൾ പൊതുവെ നമ്മൾ കാണാറുണ്ട്. ഒന്ന് എന്ന് പറയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നമ്മൾ എന്തായാലും വേണം എല്ലാ ഡിസോർഡറുകളും. അതേപോലെ മറ്റൊന്ന് വ്യക്തമായ ഡ്യൂറേഷൻ ആണ്. ഇത് എന്ന് മുതലാണ്, എപ്പോഴാണ്, എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്രഷൻ നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 വീക്കെങ്കിലും ആവണം ഈ ഒരു ഡിപ്രഷൻ. അല്ലെങ്കിൽ 1-2 ഇയാൾ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു, അപ്പൊ ആ വീട്ടുകാർ പറയാണ് നിങ്ങൾക്ക് ഡിപ്രഷൻ ആണ്, ഇപ്പൊ നാളെ തന്നെ കൗൺസിലിംഗിന്റെ അടുത്ത് പോയിക്കോ. അപ്പൊ അയാൾ ചോദിക്കുന്നത് തുടങ്ങിയിട്ട് മെഞ്ഞാന്ന് തുടങ്ങിയാണ്, അവിടെ നമുക്കൊരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡിപ്രഷന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് DSM പറയുന്ന 2 വീക്കാണ്. അപ്പൊ ആ 2 വീക്ക് 7 to 15 ഡേയ്സിൽ ഒരേ അവസ്ഥയിൽക്കൂടെ അയാൾ പോവുകയാണെങ്കിൽ ഒരു ഡിപ്രഷൻ എന്ന് പറയാം. ഇനിയിപ്പോ ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ആണെങ്കിൽ എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത് എങ്കിലും നിലവാരം ഉണ്ടാവണം അയാൾക്ക്, എന്നാൽ മാത്രം ഒരു ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയും. ഇനിയിപ്പോ അതിൽ തന്നെ ഒരു PTSD ആണെങ്കിലോ അറ്റ്ലീസ്റ്റ് ഈ സിംറ്റംസുകൾ 1 മാസം അയാൾക്ക് അയാളുടെ ശരീരത്തിലും മാനസികമായിട്ടൊക്കെ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു സംഭവം ശരിക്കും ഒരു ഡിസോർഡർ ആണെന്ന് നമുക്ക് അവിടെ തെളിയിക്കാൻ പറ്റും. പിന്നെ അതേപോലെ മെയിൻ ആയിട്ട് ഫങ്ഷണൽ ഇമ്പയർമെന്റും തന്നെയാണ്. ഡെയിലി ലൈഫിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തതകളുണ്ടോ, ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഈ പ്രശ്നങ്ങൾ 3-ാം ദിവസം അയാൾ ഓക്കെയാണ്. അതല്ല ഈ 7 to 15 ഡേയ്സ് വരെ ഇയാൾക്ക് എല്ലാ ആക്ടിവിറ്റിയും മാറി നിൽക്കുകയാണ്, പൊതുവെ എല്ലാത്തിനും ബാക്കപ്പ് ആണ്. പിന്നെ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകലില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. അക്കാദമിക് ലെവൽ ബാക്കിലാണ്, ഒക്കുപേഷനിൽ ബാക്കിലാണ്, അതേപോലെ സോഷ്യലായിട്ട് ബാക്കിലാണ്, ഫാമിലിയിലൊക്കെ എന്താണ് എല്ലാ തരത്തിലും അയാളെ ബാധിച്ചാൽ മാത്രമേ ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് നമുക്ക് അവിടെ കണക്കാക്കാൻ പറ്റൂ. അതേ ചില സമയത്ത് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ വരാം. ഇങ്ങനത്തെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിരിക്കും നമുക്കൊക്കെ പൊതുവേ ഉണ്ടാകും. ചില സമയത്ത് പെട്ടെന്ന് ഒരാൾ മരിച്ചു, അയാൾക്ക് ഭയങ്കരമായിട്ടൊരു ഗ്രീഫ് പോലെ തോന്നുകയാണ്. അപ്പൊ അവിടെ തോന്നുന്ന സമയത്ത് അയാൾ കുറച്ചു കാലമൊക്കെ ഉണ്ടാവും. കാരണം റീസൺ എന്താണ്, നമുക്ക് ഇയാൾ മരണം, വീട്ടിൽ അയാളെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ട്രോമയാണ് അയാൾ, നമുക്കത് മാറ്റിയിടുക. പക്ഷെ അതിന് ബാക്കിലും കുറെ ഒന്ന് അന്വേഷിക്കേണ്ട, അത് കുറഞ്ഞ ചിലപ്പോൾ 10 ദിവസം 2 മാസം വരെയൊക്കെ പോകും. പക്ഷെ അത് നമുക്ക് വ്യക്തമായിട്ട് റീസൺ ഇതൊരു പിന്നിൽ ഒരു സിറ്റുവേഷൻ ട്രിഗർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോയിസം എന്നൊക്കെ പൊതുവെ ഇതിനൊക്കെ പറയാറുണ്ട് DSM-ൽ. കാരണം വ്യക്തമായിട്ട് റീസൺ നമുക്ക് അറിഞ്ഞത് കൊണ്ട് അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ട്രിഗർ എന്താണ്, അതിനനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് ആ ഒരു ഫങ്ഷണൽ ഇമ്പയർ വരുന്ന കാര്യങ്ങളാണ് ഒരു ഡിസോർഡറുകൾ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതിലെപ്പോഴും എന്താണ് നമ്മൾ കണ്ടെത്തുന്നത് സ്പെസിഫിക് ആയിരിക്കണം, അതേപോലെ ഡ്യൂറേഷൻ ആയിരിക്കണം, സെവറിറ്റി ഉണ്ടായിരിക്കണം, അതേപോലെ ഒരു കറന്റ് എപ്പിസോഡുകൾ ഏതൊക്കെ രീതിയിലാണ് പോകുന്നത്. അപ്പൊ പിന്നെ അയാൾക്ക് ഫൈനലി എത്തുമ്പോഴാണ് ഒരു സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുന്നതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് ഈ പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാവുന്ന ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പലപ്പോഴായിട്ട് ഇതിന്റെ ഒരു DSM-ൽ പൊതുവെ പറയുന്നത്, DSM ഡിസോർഡർ എന്ന് പറയുന്ന ഒരു റാൻഡമൈസ് അല്ല, അതൊരു ഡെവലപ്മെന്റ് സീക്വൻസ് അനുസരിച്ചാണ് ഒരാളുടെ ജീവിതത്തിൽ പെരുമാറ്റ രീതികളും അയാളെ പിന്നെ ഇതേപോലെ സ്വഭാവത്തിലും ഒക്കെ ഉണ്ടാവുന്നത് എന്ന്. അപ്പോൾ ഒന്നാമത് ഒരു ചൈൽഡ്ഹുഡിൽ, അതായത് കുട്ടിക്കാലത്ത് അയാൾ ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ, ഒരു ഓട്ടിസം അല്ലെങ്കിൽ LD പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ പിന്നെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ബുദ്ധിമുട്ട്,
ഇതൊക്കെ നമുക്കറിയാം ഏർലി ചൈൽഡ്ഹുഡ് തുടങ്ങുന്നതാണ്. ഇനിയിപ്പോ അഡോളസെന്റിൽ ഇതാണെങ്കിൽ എന്താണ്, അവിടെ എന്താണ് ഒരു ഡിസ്ട്രക്റ്റീവ് ഡിസോർഡർ ആണ്. അതായത് ആളുകൾ പറഞ്ഞാൽ കേൾക്കൂല, അതേപോലെ വീട്ടിൽ എന്താണ് ചിലപ്പോൾ ആന്റി സോഷ്യൽ ബിഹേവിയർ ഒക്കെ കാണിക്കുക, ചിലപ്പോൾ NPD ട്രൈറ്റുകളൊക്കെ കാണിച്ചു തുടങ്ങുക. ഇത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ യങ്ങിലേക്ക് വരുന്നത്. ആ യങ് തുടങ്ങുന്ന സമയത്താണ് അവിടെ മൂഡ് ഡിസോർഡർ, ബോർഡർ ലൈൻ പോലെയുള്ള കാര്യങ്ങൾ, ശരിക്കും ആങ്സൈറ്റി, OCD ഒക്കെ ഒന്നുകൂടി ശക്തമാക്കുക. അപ്പൊ ഇത് എവിടെ നിന്നാ തുടങ്ങി? ചൈൽഡ്ഹുഡിൽ ഏതെങ്കിലും തരത്തിൽ ന്യൂറോ ഡെവലപ്മെന്റ് ഉള്ള ആൾക്ക് എന്ത് ചെയ്യും, അഡോളസിൽ എത്തുമ്പോൾ ഒരു ഡിസ്ട്രക്റ്റീവ് കണ്ടക്ട് ഡിസോർഡറുകൾ പോലെയൊക്കെ എന്താണ് കുറച്ച് ഹൈ ആയിട്ട് വരും. പിന്നെ അത് ഒരു അഡൽട്ടിലേക്ക് എത്തുന്ന സമയത്ത് അയാൾക്ക് ഒരു ആങ്സൈറ്റിയോ OCDയോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെ ആയിട്ട് വരാനുള്ള അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് വരും. അപ്പൊ ഇതിന് ശേഷം എന്താണ്, അയാൾ ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തുന്ന ഒരു സബ്സ്റ്റാൻസ് യൂസിലേക്ക്. അയാൾ ഇതൊക്കെ ഇൽനെസ് ഒക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ, പൂർണ്ണമായിട്ടും മാനസിക നില തെറ്റിയിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, അവിടെയായിട്ട് നമ്മൾ സൈക്കോട്ടിക് എന്ന് പറയും. ഇത് എവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്? ജനറ്റിക് മുതൽ അവസാനം ഇയാൾ പ്രസന്റ്ലി ഒരു ഡെവലപ്മെന്റ് സൈക്കോ പാത്തോളജി എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലേക്ക്. പിന്നെ നമുക്ക് ഇതിൽ എപ്പോഴും ഒരു DSMൽ ഒരു കേസ് ഫോർമുലേഷൻ ഉണ്ടാക്കാൻ നമുക്കൊന്ന് പറയും. DSM പറയുന്നത് എന്താണ് നിങ്ങളുടെ ഡിസോർഡർ, ആ കേസ് ഫോർമുലേഷൻ നമ്മൾ എന്താണ് CBT ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏർലി എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആ കേസ് ഫോർമുലേഷൻ പോവുക. അതേ സമയത്ത് ഈ DSM തെറാപ്യൂട്ടിക് അവിടെ ഉപയോഗിക്കാതെ തന്നെ കേസ് ഫോർമുലേഷൻ എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ന്യൂറോ ഡെവലപ്മെന്റ്, അഡൽട്ട്, അഡോളസെന്റ് ഓരോ സ്റ്റേജിലേക്കും അവിടെ പോകും. അപ്പൊ ആ സമയത്ത് അയാൾക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ നടന്നിട്ടുള്ളത്, അയാളുടെ ലൈഫിൽ പിന്നെ ഇപ്പോഴത്തെ പ്രസന്റ്ലി അയാൾക്ക് എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്. അപ്പൊ അവിടെയാണ് നമ്മൾ CBT ആണെങ്കിൽ അയാളുടെ നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണ്. അപ്പോൾ പഴയ കാലത്തതാണെങ്കിൽ CBT കണക്ട് ചെയ്ത് സ്കീമ ചോദിക്കും. സ്കീമ തെറാപ്പി വേണമെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം. ആ കാരണം അബാൻഡമെന്റ്, അതേപോലെ ഈ ഒരുപാട് സ്കീമുകൾ ഓരോത്തിനും. കാരണം ഒരാൾ ജീവിച്ച് വളർന്നിട്ടുള്ള ആ ശൈലി വെച്ചൊരു സ്കീം അവിടെ ഉണ്ട്. അയാൾ പേഴ്സണാലിറ്റിയിൽ ഇങ്ങനെ വരും, ഞാൻ ഇങ്ങനെ തന്നെ ആവണം, ഞാൻ മറ്റൊരാൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ ഈ പെർഫെക്ഷൻ ആവണം, എന്റെ അത് തെറ്റുണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഓരോ ജീവിത അനുഭവങ്ങൾ മനക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കീമുകൾ ഉപയോഗിക്കാം. അതേ സമയത്ത് ഒരു സൈക്കോ ഡൈനാമിക് ആണെങ്കിൽ ഈ ഒരു അവസ്ഥയെ ഉപയോഗിക്കുന്നത് എന്താണ്, കുട്ടിക്കാലത്ത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ, അതായത് ജീവിതത്തിൽ അയാൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇപ്പൊ നിലവിൽ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ എന്താണ് ഫാമിലിയിൽ ഓവർ പ്രൊട്ടക്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വളർന്നിട്ടുള്ള ഒരാൾ കുറച്ച് കഴിയുന്ന സമയത്ത് അത് അഗ്രസീവ് ആയിട്ട് ചിലപ്പോൾ ഒരു പാരനോയിഡിലേക്കോ അല്ലെങ്കിൽ OCD ഒരു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഓരോ സ്റ്റേജ് അനുസരിച്ച് എന്താണ് ഒക്കെ ബേസ് എവിടെ പോകുന്നത് DSM തന്നെയാണ്. പക്ഷെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് സൈക്കോ തെറാപ്പിന്റെ യൂസേജുകൾ കാരണം ഇതനുസരിച്ചൊക്കെ തന്നെയായിരിക്കും കേസ് ഫോർമുലേഷൻ പോവുക. അപ്പൊ ഇതിനൊക്കെ എന്താണ്, എല്ലാത്തിനും ഒരു സൈക്കോ തെറാപ്പി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഈ സംഭവങ്ങളൊന്നും നമ്മൾ നോക്കാതെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വർക്കൗട്ട് ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ഒരാളുടെ ഡിസോർഡർ എങ്ങനെയാ വന്നിട്ടുള്ളത്, ഈ DSM പറഞ്ഞിട്ടുള്ള ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് പോകേണ്ടത്. കാരണം പിന്നെ ഇതേപോലെ DSM തന്നെ പറയും, DSM അത്ര പെർഫെക്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല. കാരണം ഒരുപാട് ഇതിന് തന്നെ കോമൺ ആയിട്ട് ക്രിറ്റിസിസം. കാരണം അന്നത്തെ കാലത്തൊക്കെ ഈ ഒരു DSMനെ ഒരുപാട് എതിർത്തിട്ടുള്ള ടീമുകൾ, ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു DSM-5 എത്തിയ സമയത്താണ് യൂറോപ്പിലെ ആളുകൾ തന്നെ വിശ്വസിച്ചു തുടങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ളത് തന്നെയാണ്. ഇത്രയും ആളുകൾ ഡിസോർഡർ നമ്മളെ ചുറ്റുപാട് ആളുകളുണ്ട്, അത്രയും ബുദ്ധിമുട്ടാകുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതിനെന്താണ് ശരിക്കും ഇങ്ങനെ ചില ആളുകളുടെ വിശ്വാസം ഇങ്ങനെ കണ്ട അപ്പം മെഡിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്, വേറെ ഒരു തെറാപ്പിക്കോ കൗൺസിലിങ്ങിനോ ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ അതിൽ ആളുകൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓവർ ഡയഗ്നോസിസ് ചെയ്യും. ഇങ്ങനത്തെ പ്രശ്നം വന്ന സൈക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കാട്രിക് ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിന് ഒരു സിംറ്റംസ് കണ്ടാൽ തന്നെ അന്നത്തെ കാലത്ത് പെട്ടെന്ന് ഒരു മെഡിസിനിലേക്ക് പോകുക. അപ്പൊ അതിന്റെ കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കൾച്ചറൽ ബയാസോ അതിന്റെ കൂടെ കോമോർബിഡ് എന്തെങ്കിലും മറ്റു തരത്തിൽ മെന്റൽ ഇൽനെസ് ഉണ്ടോ ഒന്നും നോക്കൂല, കേട്ടത് വെച്ച് മരുന്ന് എഴുതി കൊടുക്കുന്ന പാറ്റേൺ. പക്ഷെ ഇതൊക്കെ തകർത്തുകൊണ്ടാണ് ശരിക്കും ഒരു DSMന്റെ ഈ ഒരു 5 DR വരെ എത്തിച്ചത്. ഓരോ വർഷങ്ങളും ഇതിന് ഡെയിലി അപ്ഡേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ബേസ് വെച്ചിട്ടാണ് ഒരു മെന്റൽ ഡിസോർഡറുകൾ പോകുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഈ ഒരു DSM ബേസ് പോകുന്നത് തന്നെ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് തന്നെയാണ്. കാരണം എവിഡൻസ് ആയിരിക്കും അതിലുള്ള എല്ലാത്തിനും. അതേപോലെ ആൾട്ടർനേറ്റ് എക്സ്പ്ലനേഷൻ ഓരോ ഡിസോർഡറും അതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെഡിക്കൽ ഇൽനെസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും, ഇയാൾക്ക് ഒരു മരുന്ന് വേണോ ഇല്ലയോ വേണ്ടയോ എന്നുള്ളത്.
പിന്നെ അയാൾക്ക് ഏതൊക്കെ തീരെ സബ്സ്റ്റാൻഡ് യൂസേജ് നമുക്ക് എത്രത്തോളം അയാളുണ്ട് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഫങ്ഷണൽ ഇമ്പയർ തന്നെ ഡെയിലി ലൈഫിൽ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി. പിന്നെ നമുക്ക് റിസ്ക് അസസ്മെന്റ് ആണ്. റിസ്ക് അസസ്മെന്റ് ഉണ്ടാകും. പല റിസ്ക് അസസ്മെന്റ് എന്ന് പറയും സൈക്കോട്ടിക് സിംറ്റംസുകൾ, പിന്നെ അതേപോലെ ഇതേപോലെ സൂയിസൈഡ് കാണിക്കുന്ന ആളുകൾ, ഇവിടെ ചിലപ്പോൾ OCD തന്നെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള സെൽഫ് ഹാം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പൊതുവെ ഈ ഒരു DSM ബേസ് വെച്ചിട്ടായിരിക്കും, അതിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും നമുക്ക് ഡിസോർഡർ മൈൻഡ് ഡിസോർഡർ സെറ്റ് ചെയ്യാനൊരു ട്രീറ്റ്മെന്റ് പ്ലാനിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ പോവാറുള്ളത്. ഇതാണ് DSMനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ക്ലിയർ ആണോ അതുവരെ? ഓക്കെ. സാറേ ഡിഫറൻഷ്യൽ ഓക്കെ. ഡയഗ്നോസിസിന്റെ അവിടെ അത് കഴിഞ്ഞുള്ള ഒന്ന് പറയാമോ? ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നമ്മൾ ഒരു കേസ് ഫോർമുലേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. കാരണം അവിടെ നമ്മൾ സാധാരണയായിട്ട് ഒരു പിന്നെ DSM ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു DSM വെച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരാളുടെ അസുഖങ്ങൾ നമുക്ക് കണ്ടെത്താനോ, അല്ലെങ്കിൽ അതേപോലെ പിന്നെ ഒരു സിംറ്റംസുകൾ കണ്ടെത്തി വെച്ചിട്ട് നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് നല്ല അവിടെ കിട്ടില്ല. അപ്പൊ ഈ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു 5-6 കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അയാൾ ഡിസോർഡർ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇന്ന അസുഖമാണ്. അപ്പൊ അയാൾ പറയും എനിക്ക് 2 ദിവസം ഡിപ്രഷൻ, ഈ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് ഡിപ്രഷൻ ആണെന്ന് പറയുന്നത്. അതിലൊന്നും കാരണം അങ്ങനത്തെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അവിടെ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ ആ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിൽ കുറച്ചൊരു വ്യത്യാസം നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകണ്ട. DSM വെച്ച് തന്നെ കുറേയൊക്കെ മാക്സിമം പോവുക. പെട്ടെന്നുള്ള ഒരു പിന്നെ അവർക്ക് ഉണ്ടാകുന്ന റിസൾട്ടിനേക്കാളും ഏറ്റവും പതിയെ DSM പറയുന്ന പതിയെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക. അത് ലൈഫ് ലോങ് ആയിരിക്കും. മറ്റതെന്താണ്, ഷോർട്ട് ടൈം ആയിട്ടേ വരും. അത് പെട്ടെന്ന് വരും, പെട്ടെന്ന് വീണ്ടും വരാനുള്ള തിരിച്ച് വരാനുള്ള സാധ്യത കൊടുക്കും. അവിടെയാണ് നമ്മളൊക്കെ പെട്ടു പോകുന്നത്. കാരണം നമുക്കിനി ഒന്നും ടൂളൊന്നും കൊടുക്കാനില്ല, ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിനെ പറ്റി പറയാറുണ്ട്. കാരണം ആ ഒരു വേ നമ്മൾ പൂർണ്ണമായിട്ടും മാക്സിമം ഒന്ന് ബാക്കപ്പ് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. പക്ഷെങ്കിൽ ആ ഒരു പെട്ടെന്ന് ഒരു കുട്ടിയുടെ കേസൊക്കെ വന്ന് നമുക്ക് MS എഴുതി കൊടുത്ത കുട്ടിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ചെയ്തു കൊടുക്കാം. അത് പെട്ടെന്നിട്ട് ആ ഒരു ഇന്റർവെൻഷൻ വേണ്ട കേസുകളാണ്. പക്ഷെ നമ്മൾ അത് അവിടെ തീർക്കാതെ കുട്ടിയുടെ ശരിക്കും ഒരു ലോങ് ലൈഫിലേക്ക് കൊടുക്കാൻ ആ പ്രശ്നങ്ങൾ എങ്ങനെ തുടങ്ങി അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് DSM ബേസ് വെച്ച് തന്നെ പോവുക തന്നെ വേണം. കുട്ടിക്ക് എന്തൊക്കെയാണ് നിലവിൽ ആവശ്യമുള്ളത് എന്ന്. ക്ലിയർ ആണോ? ഓക്കെ. അത് കഴിഞ്ഞ് സാറ് പറഞ്ഞത് സൈക്കോഡൈനാമിക്സ് അല്ലേ? പിന്നെ നമ്മൾ തെറാപ്പികൾ ഓരോ സമയത്ത് ഓരോ രീതി ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇനി പ്രധാനമായിട്ട് ഇതിൽ ഒരുപാട് മേജർ ഡയഗ്നോസിസ് കാറ്റഗറീസുകൾ പറയുന്നുണ്ട്. ആദ്യം ഒന്ന് ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡറുകളാണ്. അതായത് നമ്മുടെ ബ്രെയിന് ഡെവലപ്മെന്റുമായിട്ട് പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അതായത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണ് ബ്രെയിന് മൂലം ഉണ്ടാക്കുന്നത്. അതിൽ പെട്ടതാണ് നമുക്ക് ഓട്ടിസം, ADHD, ODD, അതേപോലെ ടിക് ഡിസോർഡറുകൾ. അതൊക്കെയാണ് ഈ ഒരു ന്യൂറോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് വരുന്നത് ഷിസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡറുകൾ വരുന്നുണ്ട്. അതായത് പിന്നെ ഷിസോട്ടിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, അതേപോലെ ഡെലൂഷൻ, ബ്രീഫ് സൈക്കോട്ടിക്, ഷിസോഫ്രീനിയ, അതേപോലെ ഷിസോഫ്രീനിയ സ്പെക്ട്രം ഡിസോർഡറുകൾ, പിന്നെ അതായത് ഷിസോ എഫക്റ്റീവ് ഡിസോർഡറുകൾ, എല്ലാം ഒരു സൈക്കോട്ടിക് ആയി ഹലൂസിനേഷൻ ഡെലൂഷനുമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഡിസോർഡറുകൾ. പിന്നെ ബൈപോളർ ആൻഡ് റിലേറ്റഡ് ഡിസോർഡറുകളാണ് ബൈപോളർ 1 and 2 ഡിസോർഡറുകൾ. പിന്നെ സൈക്ലോത്തമിക് ഡിസോർഡറുകൾ, പിന്നെ സബ്സ്റ്റാൻസ്ഡ് ആയിട്ടുള്ള ബൈപോളാർ വരുന്നത്. അതായത് ഈ ഒരു ഡ്രഗ്സ് സംഭവങ്ങൾ ഉപയോഗിച്ച് അത് മാത്രം പെട്ട് ബുദ്ധിമുട്ടാകുന്ന രീതികൾ. ഡിസ്ലെക്സിയൊക്കെ നമുക്ക് ഈ ന്യൂറോ ഡെവലപ്മെന്റ് ആയിട്ട് വരുന്നതാണ്. ആ ഒരു LD ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് വരുന്നതാണ് ന്യൂറോ ഡെവലപ്മെന്റ്. ആ ഒരു പാർട്ടിലാണ് വരിക. പിന്നെ ഡിപ്രസീവ് ഡിസോർഡറുകളുണ്ട്. ഡിപ്രഷൻ പിന്നെ ഒരുപാട് ഡിസോർഡറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. 7-8 എണ്ണം ഉണ്ട്. ഒന്ന് മേജർ ഉണ്ട്, പെർസിസ്റ്റന്റ് ഉണ്ട്, അതേപോലെ സീസണൽ ഡിപ്രഷൻ ഉണ്ട്, അതേപോലെ പ്രീമെൻസ്ട്രൽ ഡിസ്ഫോർമിക് ഡിസോർഡറുകൾ ഉണ്ട്. ഇതൊക്കെ ഡിപ്രഷനിലാണ് വരുന്നത്. പിന്നെ മറ്റൊരു ആങ്സൈറ്റി ഡിസോർഡറുകളാണ് GAD, അതേപോലെ പാനിക് ഡിസോർഡറുകൾ, അഗോറഫോബിയ, സ്പെസിഫിക് ഫോബിയ, സോഷ്യൽ ആങ്സൈറ്റി, സെപ്പറേഷൻ ആങ്സൈറ്റി, സെലക്റ്റീവ് മ്യൂട്ടിസം. ഇതൊക്കെ ആങ്സൈറ്റി ഡിസോർഡറുകൾ. പിന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ വരുന്നത് OCD പോലെയുള്ളതിൽ വരുന്നത്. പിന്നെ ബോഡി ഡിസ്ഫോർമിക്
കോഡിംഗ് ഡിസോർഡർ, ട്രിക്കോട്ടിമാനിയ, അതേപോലെ എക്സോറിയേഷൻ ഡിസോർഡറുകൾ, ഇതൊക്കെ ആ ഒരു ഈ ആങ്സൈറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്നു. പിന്നെ ട്രോമ ആൻഡ് സ്ട്രെസ് ഡിസോർഡറുകൾ വരുന്നുണ്ട്, ഈ PTSD, അതേപോലെ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡറുകൾ. പിന്നെ അതെ, പോസ്റ്റ് പാർട്ടം ഒക്കെ വരുന്നത് ട്രോമയിലാണ്, ട്രോമ ആൻഡ് സ്ട്രെസ്സിലാണ് വരിക. ചില സമയത്ത് അതിനെ ഒരു ഡിപ്രഷൻ ആ ഒരു പാർട്ടിന് പൊതുവെ അത് സിംറ്റംസുകളായിട്ട് കാണാറുണ്ട്. പിന്നെ ഡിസോസിയേറ്റീവ് ഡിസോർഡറുകൾ ഉണ്ട്. അതിലാണ് ഡിസോസിയേറ്റ് അംനീഷ്യ, അതേപോലെ ഡിസോസിയേറ്റ് ഐഡന്റിഫൈ ഡിസോർഡറുകൾ, അതേപോലെ ഡീപേഴ്സണൈസേഷൻ, ഡീറിയലൈസേഷൻ ഡിസോർഡറുകൾ. അതായത് സ്വന്തം ഈ ഒരു ഹലൂസിനേഷൻ പിന്നെ ഡിലൂഷൻസ് ഇല്ലെങ്കിൽ പോലും അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധി. പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ഒരാളിങ്ങനെ ഒരു ഡീ റിയലൈസേഷൻ ഡിസോർഡറിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു 10 മിനിറ്റ് ഇതിന്റെ കളി പോകും. അത് നിരന്തരമായിട്ട്. കാരണം ഞാനിപ്പോ എന്താ സംസാരിച്ചത് ഓർമ്മയില്ല, എന്താ പറയണത് ഓർമ്മയില്ല. കാരണം അത് സൈക്കോട്ടിക്കോ അല്ലെങ്കിൽ അവർക്ക് ഹലൂസിനേഷൻ ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അതൊരു മെന്റൽ ഡിസോർഡർ. അത് നിരന്തരമായിട്ട് ഒരാളെ ബാധിച്ചിട്ടുണ്ട്. അയാളെ സോഷ്യൽ എൻവയറമെന്റിനും ഡെയിലി ലൈഫിനൊക്കെ അത് ബാധിക്കും. അതാണ് ഡിസോസിയേഷൻ ഡിസോർഡറിലേക്ക് വരുന്നത്. പിന്നെ മറ്റൊന്നാണ് സൊമാറ്റിക് സിംറ്റംസുകൾ വരുന്ന ഡിസോർഡറുകൾ ഉണ്ട്. സൊമാറ്റിക് ഡിസോർഡറുകൾ, അതേപോലെ ഇൽനെസ് ആൻസൈറ്റി ഡിസോർഡറുകൾ, കൺവേർഷൻ, അതേപോലെ ഫാക്ടിഷ്യസ് ഡിസോർഡറുകളൊക്കെയാണ് സൊമാറ്റിക്കിൽ വരുന്നത്. പിന്നെ മറ്റൊന്നാണ് ഫീഡിങ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡറുകൾ. നമ്മൾ പറഞ്ഞ അനോറക്സിയ, ബുളീവിയ, പിന്നെ ബിങ് ഈറ്റിംഗ് ഡിസോർഡറുകൾ, അതേപോലെ പിക്ക, റൂമിനേഷൻ ഡിസോർഡർ, ഇതൊക്കെയാണ് ഫീഡിങ്ങിൽ വരുന്നത്. പിന്നെ എലിമിനേഷൻ ഡിസോർഡറിൽ വരുന്നുണ്ട് ന്യൂറോസിസ്, അതായത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന രീതിയിൽ, അതായത് ബെഡ് വെറ്റിംഗ്, കിടക്കുന്ന സമയത്ത് മൂത്രമൊറ്റി പോവുക, മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ പാൻറ്റിൽ മൂത്രമൊഴിച്ച് പോവുക. അത് ചിലപ്പോൾ മുതിർന്ന ആളുകൾക്ക് വരെ സാധാരണയായിട്ടുണ്ടായി. ഒരു 18-20 ആണുങ്ങളാണെങ്കിൽ 23 വയസ്സ് വരെ, 24 വയസ്സ് വരെ അത് ഉണ്ടാവുന്നതാണ്. പെൺകുട്ടികളാണെങ്കിൽ 17-18 വയസ്സൊക്കെ ചെറു സമയത്ത് തന്നെ അലാറം തെറാപ്പി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആൾക്ക് അത് കുറേ വർഷങ്ങൾ അവർക്ക് ആവും. കാരണം ഇങ്ങനത്തെ കുട്ടികൾക്കാണ് എക്സാം ഫിയർ, ആങ്സൈറ്റി ലെവൽ എല്ലാം ഹൈ ആയിട്ട് വരുന്നത്. അവർക്ക് ഗ്യാഡൊക്കെ നിരന്തരമായിട്ട് അവരുടെ കൂടെ തന്നെ ഒന്നും ഉണ്ടാവും. പിന്നെ സ്ലീപ്പ് ഡിസോർഡർ ആണ് ഇൻസോംനിയ, അതേപോലെ നാർക്കോലെപ്സി, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, അതേപോലെ പാരാസോംനിയ, ഒരുപാട് ഡിസോർഡറുകൾ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസുകളാണ് ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡറുകൾ, ഡിലേഡ് ഇജാക്കുലേഷൻ ഡിസോർഡർ. കാരണം ഇതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫാമിലി കേസുകളാണ്, ഒരുപാട് കപ്പിൾ കേസുകൾ നമുക്ക് വരുന്നത്. അപ്പൊ അതിലൊക്കെ ഇതിലൊരു പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് നമ്മുടെ ഒരു അടുത്തൊരു CBT ബാച്ചിൽ ഞാൻ റെഫർ ചെയ്തു. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രണ്ടുപേർക്ക് ഇതിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞിട്ട് 8-9 മാസമായി, പക്ഷെ ഇതുവരെ അവർ ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട്, കാരണം രണ്ടാൾക്കും എങ്ങനെയാണെന്ന് അറിയില്ല സംഭവം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളും അതേപോലെ അതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് അവരുടെ ജീവിതം തന്നെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഇമ്പൾസീവ് കൺട്രോള്, അതേപോലെ കണ്ടക്ട് ഡിസോർഡറുകൾ വരുന്നുണ്ട്. ഇങ്ങനെ സബ്സ്റ്റാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. പിന്നെ ന്യൂറോ കഗ്നിറ്റീവ് ഡിസോർഡറുകൾ, പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ഏകദേശം ഒരു 20-25, മാക്സിമം ഒരു 20-22 ഡിസോർഡറുകൾ എന്താണ് മെയിൻ ഹെഡിങ് ആയിട്ട്. ഇതിന്റെ കൂടെ തന്നെ ഓരോന്നിലും 10-15 ഡിസോർഡറുകൾ ഓരോന്നിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു ഇതിനെ കുറിച്ച് എല്ലാം നമ്മൾ കാണാണ്ട് പഠിക്കുക, അതേപോലെ അതിനെപ്പറ്റി കോഡ് നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ട് ഒരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇതാണ് ഒരു DSM-നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു മാസത്തെ ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അക്കാദമി ഇതിൻ്റെയൊക്കെ പോസ്റ്ററും കാര്യമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ആണ് അതിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. പറയാം. ഇപ്പൊ നമുക്കിപ്പോ ഗൂഗിൾ അങ്ങനത്തെ എല്ലാത്തിലും ഇപ്പോ സൈക്കോളജി അറിയാത്ത ഒരാൾക്ക് പോലും ഇതിനെ കുറിച്ച് ഡിപ്രഷന്റെ സിംറ്റംസ് ആയാലൊക്കെ നമുക്ക് റെഫർ ചെയ്താൽ പെട്ടെന്ന് കിട്ടാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ അങ്ങനത്തെ ഒരാൾ ജസ്റ്റ് സിംറ്റംസ്, ഒരു ഡിപ്രഷന്റെ സിംറ്റം കണ്ടിട്ട് എനിക്ക് അതാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ സമീപിക്കുമ്പോൾ ഇത്രയും കാലയളവ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് അപ്പൊ പറയുന്നത്, എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അതെ, നമുക്ക് ഈ ഒരു നിങ്ങൾ പറഞ്ഞതുപോലെ DSM എന്ന് പറയുന്നത് ഇന്ന ഡിസോർഡർ പഠിച്ചിട്ട് ആൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി എന്ന ലേബൽ ഉപയോഗിക്കാറല്ല. അവര് പറഞ്ഞിട്ടുള്ള സിംറ്റംസുകൾ വെച്ച് അവർ കുറെ കണ്ടുപിടിച്ച സിംറ്റംസുകൾ ഉണ്ടാവും. എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്.
ഇന്നത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ ഒരു 5 6 പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു DSM വെച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു സയന്റിഫിക് ആയിട്ടുള്ള പുസ്തകമുണ്ട്. അവർ പറഞ്ഞ 3 ഉള്ളൂ. ബാക്കി 3 വേറൊരു കാര്യത്തിലേക്കാണ്, ഒരു ഡിസോർഡർ റൈറ്റ് ആയിട്ട് പറയാണ്. അപ്പൊ അവരോട് പറയാൻ ഇതൊരു ഡിപ്രഷൻ അല്ല, നമുക്ക് അവരെ പറയും. കാരണം എന്തുകൊണ്ടാണ് ഡിപ്രഷൻ പറയാനുള്ള കാരണം എന്താണ്? ഡിപ്രഷന്റെ സിംറ്റംസുകൾ DSM എന്ന് പറയുന്ന പുസ്തകത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പൊ അവരോട് പറയും ഇന്ന സിംറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റൂ. അറ്റ്ലീസ്റ്റ് ഒരു 6 7 സിംറ്റംസുകൾ നിങ്ങൾ പറഞ്ഞത് വരണം. നിങ്ങൾ പറഞ്ഞത് 5 6 അല്ലെങ്കിൽ ഇപ്പോൾ 10 ഉണ്ടെന്ന് പറയുക, ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അയാളോട് പറയാം നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, ഞങ്ങളിൽ ഈ ഡിപ്രഷൻ നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം ഞങ്ങളുടെ കയ്യിൽ, ഇതിനാണ് DSM. അല്ല അയാൾ പറയാണ് എനിക്ക് ഇന്നതൊക്കെ പ്രശ്നമുണ്ട്, അപ്പൊ നമ്മൾ കേട്ട പഠനം പറയാം നിങ്ങൾക്ക് ഡിപ്രഷൻ, അതും പറയാൻ പാടില്ല. അയാൾക്ക് ചിലപ്പോൾ ഈ ഡിപ്രഷൻ എന്താണ്, ആൻസൈറ്റി കേൾക്കാത്ത ആളുകളും ഉണ്ടാവും. അപ്പൊ അവർ കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖമാണ്, മാനസിക രോഗമാണ് പേടിക്കുകയും ചെയ്യും. ഒരിക്കലും DSM ബേസ് ആണ്, ഒരിക്കലും ലേബലുകളും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല, സിംറ്റംസ് വെച്ച് തന്നെ. ഇതിനെപ്പറ്റി എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് അതിനെ വ്യക്തമായിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം. അയാൾക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ, അയാൾ ChatGPT നോക്കിയിട്ടുണ്ടാവും, യൂട്യൂബ് നോക്കിയിട്ടുണ്ടാവും, ഗൂഗിൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാം അവൈലബിൾ ആണ് നമ്മളെ മുമ്പിൽ. സോഷ്യൽ മീഡിയ അത്രയ്ക്ക് വളർന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞൊരു കേസ് വേണമെങ്കിൽ പറഞ്ഞുതരാം. കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ NPD ആന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. ഞാൻ NPD ആണ്. നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഒരു NPD നമ്മളെ മുമ്പിൽ വരുമോ? ഇല്ല. നമ്മൾ പഠിച്ചത് NPDന്റെ വിക്ടിംസ് ആയിരിക്കും, അതിനെ കൂടെ അനുഭവിക്കുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ മുമ്പിൽ വരിക. NPD എന്ന് പറയുന്ന ഒരു ക്ലയന്റ് ആയിട്ട് ഒരാൾ നമ്മുടെ മുമ്പിൽ വരില്ല എന്ന് തന്നെയാണ് പഠിച്ചിട്ട്. ഈ വന്ന മനുഷ്യൻ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയായിരിക്കും കൊടുക്കാൻ പറ്റുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതില് അസീല മാമും മേഘ മാമും പറയണ്ട, ഞാൻ മുമ്പ് അവരെ കേസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആർക്കെങ്കിലും പറയാം. ഇത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ, ഞാൻ NPD ആണ്, എനിക്ക് നിങ്ങൾ ഈ NPD സിംറ്റംസുകളൊക്കെ എനിക്കുണ്ട് എന്ന് പറയുന്ന മനുഷ്യരോട് നമുക്ക് എങ്ങനെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കും? അയാൾക്ക് എന്താണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ DSM വെച്ചിട്ട്? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. എങ്ങനെ ക്ലയന്റ് നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ പഠിച്ചതുപോലെ തന്നെ വരണമെന്നില്ല. നമ്മൾ പഠിച്ച സിംറ്റംസ്, നമ്മൾ ഡിപ്രഷനെ, ആങ്സൈറ്റിയെ, അല്ലെ കുട്ടികളെ കേസ് മാത്രമേ എടുക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ട്രൈറ്റ്സ് അല്ലെങ്കിൽ ഡിസോർഡറുള്ള ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആർക്കും ഒന്നും പറയാനില്ല. NPD എന്താണോ ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡർ എന്തോ അതല്ല, അതിന്റെ നാർസിസിക് പേഴ്സണാലിറ്റി നാർസിസ്റ്റിക് ഡിസോർഡർ. പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലേ? ആ ആ ഓക്കെ. അയാൾ പറയാണ് ഞാൻ NPD ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ ആ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് എന്നാന്ന് ചോദിക്കും. ഉം. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. ഓക്കെ. അപ്പൊ അതിൽ നമ്മുടെ ഈ പറയുന്ന സിംറ്റം ഒക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോ ഓക്കെ, അങ്ങനെ അങ്ങനെ ഇതൊക്കെ വെച്ച് നമുക്ക് നോക്കാം. അങ്ങനെ തലക്കൽ കിടക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും നമുക്ക് ഇങ്ങനെ വന്നു വരുന്ന ആരോട് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം, നിങ്ങൾ NPD എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് മനസ്സിലായത് ഏത് സിംറ്റംസുകളൊക്കെയാണ്? അപ്പൊ അയാൾ പറയാണ് ഞാൻ യൂട്യൂബിൽ അവിടെ നോക്കിയിട്ട് കുറെ സിംറ്റംസ് കണ്ടെത്തിയിട്ട് അതൊക്കെ എനിക്ക് ഉണ്ടായി തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചാൽ ഏത് സിംറ്റംസ് ആണ് നിങ്ങൾക്ക് തോന്നിയത്? ഒരു സിംറ്റംസ് പറയാൻ. അപ്പൊ അയാൾ പറയാണ് ഞാൻ എൻ്റെ കുട്ടികളെ സ്നേഹിക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഒക്കെ എനിക്കൊരു ഡ്രമാറ്റിക് ആയിട്ട്, നാടകീയമായിട്ടാണ് എൻ്റെ കുട്ടികളോട് ഞാൻ പെരുമാറുന്നത്, എനിക്ക് തോട്ട് വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അതൊരു NPD സിംറ്റംസ് ആണോ? അപ്പൊ അയാൾ ചോദിക്കുക അല്ലേ. അപ്പൊ അയാൾ കേട്ടത് എന്തോ സംഭവം. കാരണം ഈ ഒരു ധാരണ അവർക്ക് നമ്മൾ ക്ലയന്റിന് ഉണ്ടായിക്കോളും. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു പുസ്തകം ഉണ്ട്, ഒരു DSMന്റെ പുസ്തകം കാണിച്ചു കൊടുക്കാൻ ആള്. ഇത്രാമത്തെ പേജിൽ നിങ്ങൾ NPD നാർസിസിക് പേഴ്സണാലിറ്റി ക്ലസ്റ്റർ 2 ഇതിന് ഇത്ര സിംറ്റംസുകൾ പറഞ്ഞു. ഈ ഒരു സിംറ്റംസിൽ ഒരിക്കൽ പോലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടന്റ് അവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ NPD അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള കാര്യം കൂടെ നോക്കണം. അയാൾക്ക് NTSന്റെ ഒരിക്കൽ പോലും, കാരണം ഇയാൾ എന്താണ് നമ്മൾ പറയാം, മക്കളെ ഒരിക്കലും എപ്പോഴും എൻ്റെ കൺട്രോൾ ശ്രമിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും. ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ മക്കളെ അനുസരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അടിക്കും പിടിക്കും. കാരണം അയാൾ പറയണ എൻ്റെ മക്കളെ ഇതുവരെ തല്ലിയിട്ടില്ല, ഒന്നും മോശമായി സംസാരിച്ചിട്ടില്ല. അവിടെ എന്താണ്, അയാൾക്ക് NPD അല്ല. അയാൾ പറഞ്ഞു അവസാനം നമുക്ക് പറഞ്ഞ് മനസ്സിലായിക്കോളും നിങ്ങൾക്ക് NPD അല്ല, പക്ഷെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്, അത് OCPD ആണ്. നിങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ ടൈപ്പാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്. കാരണം ഇവിടെ
ഒരു NPDയും OCPDയും നമുക്ക് ഒരേ സമയത്ത് ഒരേ സിംറ്റംസ് ആയിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാലും അവരുടെ ആ ഒരു പെരുമാറ്റ രീതിയൊക്കെ സംസാര രീതി കണ്ടാൽ നമുക്ക് തോന്നും ഈ ഒരു NPD ആണ്. പക്ഷെ പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണകൾ വരും. ഇപ്പോൾ ഇവിടെ ഒന്നാണ് DSM ബേസ് വെച്ച് നോക്കിയാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും OCPDയുടെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്, NPDയുടെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്. അപ്പൊ അത് അയാൾക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ശരിക്കും എന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞാനൊരു പെർഫെക്ഷൻ ടൈപ്പാണ്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാ വേണം, ഒരു റിജിഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് നമ്മൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ DSMലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ സാറേ, ഓക്കെ, താങ്ക് യു. ശരിയായി, ക്ലിയർ ആയി. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് ഇനി എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം. മാക്സിമം സാറേ, എല്ലാവരും നമുക്ക് CBT ഓഫ്ലൈൻ തൃശ്ശൂർ കാണുമോ? എങ്ങനെ CBT ഓഫ്ലൈൻ തൃശ്ശൂർ കാണുമോ? തൃശ്ശൂര് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അപ്പൊ അടുത്ത നെക്സ്റ്റ് വീക്കിൽ കോഴിക്കോട് എന്ന് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം തൃശ്ശൂർ വയ്ക്കും, ഒരെണ്ണം തൃശ്ശൂർ വയ്ക്കും സാറേ. തൃശ്ശൂർ ഉണ്ടായിരുന്നു, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നല്ലോ. തൃശ്ശൂർ നമ്മുടെ അക്കാദമിയിൽ വെച്ച് ഗുരുവായൂർ വെച്ചുണ്ടായിരുന്നു. സാറേ, ആൾക്കാരുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ വെക്കുവോ? ആൾക്കാരുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ വെക്കണം. വെക്കുന്നുണ്ട് നമ്മൾ. എന്തായാലും പോസ്റ്ററുകളൊക്കെ ഗ്രൂപ്പിൽ വരും. ഓക്കെ, അപ്പോ വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒരു DSMനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് ചെറിയൊരു ഐഡിയ സംഭവം കിട്ടിയ എന്ന്? സാർ. നമ്മ മേടിച്ചു വെക്കണം നല്ലതാണല്ലേ DSM? അതെ, മേടിച്ചൊക്കെ നല്ലതാണ്. കാരണം പിന്നെ അതിനിപ്പോ ഓഫ്ലൈനിൽ പിന്നെ നമുക്ക് കോഴിക്കോടൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ പിറകിലായിട്ട് ചെറിയ കടകളുണ്ട്. അവിടെ ഒരു 1200 1300 ഒക്കെ കിട്ടും. ഓൺലൈനിലാണെങ്കിൽ 1700, 1900, 2000 രൂപന്റെ അടുത്ത് വരും. കാരണം അവിടെ കോഴിക്കോടുള്ളവർ അവിടെ കുറഞ്ഞ വിലക്ക് ഇവര് വൺ ഡേ സ്റ്റോക്ക് ചെയ്ത് കൊണ്ട് തന്നെ ആ വിലക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ അടുത്ത് വാങ്ങിയത് 850 രൂപക്കറ്റോ നമുക്ക് അക്കാദമിക്ക് ഒന്ന് വാങ്ങിയിട്ടുണ്ട്, കുറഞ്ഞ റേറ്റിന് കിട്ടി. ഓക്കെ ഓക്കെ. സാറേ, ഒരു PDF സംശയം ആണെങ്കിൽ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സാറേ, പിന്നെ ഈ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അംനീഷ്യ പോലുള്ള കേസസിന് കൗൺസിലിംഗ് സാധ്യത എന്തൊക്കെയാണ്? കൗൺസിലിംഗ് സാധ്യതകളോ? അതെ, അവരുടെ ആ ഒരു പിന്നെ അംനീഷ്യയുമായിട്ട് ഓർമ്മക്കുറവ് അവർക്ക് എത്രത്തോളം നമ്മൾ നല്ല രീതിക്ക് ഈ ഒരു പിന്നെ അസസ്മെന്റ് എടുക്കണം. കാരണം ഇവർക്ക് അന്ന് മുതലാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഡെയിലി ലൈഫിൽ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ മാത്രമാണോ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ശരിക്കും അറിയും. കാരണം അത് ആദ്യം ഒരു ട്രയൽ പോയതായിട്ട് കൊടുക്കുക. ഡെയിലി ലൈഫിലെ ഒരു 10 കാര്യങ്ങൾ അവർക്ക് ദിവസം ചെയ്യേണ്ട 10 കാര്യം നമ്മൾ പേപ്പറിൽ എഴുതി കൊടുക്കുക ആദ്യത്തെ സെഷനിലൊക്കെ. എന്നിട്ട് അത് അവർ ചെയ്യുന്നുണ്ടോ പേപ്പർ അവിടെ വെച്ചിട്ട് ആ പേപ്പർ നോക്കാതെ തന്നെ ഒരു ദിവസം ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ പറയാം. എന്നിട്ട് അതിൽ കിടക്കാൻ നേരത്ത് അവരോട് പറയും ഇത് ചെയ്യാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പിന്നെ കട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ഓർമ്മക്കൂടെ ഏത് മേഖലയിലാണ് നമുക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ കൂടി ചിലപ്പോൾ മെഡിസിനും വേണ്ടി വരും. ഹോമിയോപ്പതിക്കാണെങ്കിൽ കുറച്ചുകൂടി നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ആൾക്ക്. എത്ര പേജ് ഉണ്ടാവും DSM? അതിന്റെ PDF ആണെങ്കിൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. പ്രിന്റ് DSM പേജ് എടുക്കണം. 1300 എന്റെ കയ്യിലുണ്ട്, അത് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചുതരാം. 1300 സംതിങ് പേജ്. ആ പ്രിന്റ് എടുക്കുന്ന കാശ് കൊണ്ട് പുതിയ ബുക്ക് വാങ്ങുക നല്ലത്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ താല്പര്യമുള്ള ആളുകൾ ആ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഉച്ചക്കായിരിക്കും ഉണ്ടാവുക. ഉച്ചക്ക് 2 മണി മുതൽ 3:30 വരെ, 1.5 മണിക്കൂർ. അപ്പൊ ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു 8 ക്ലാസ് ഉണ്ടാവും. ഏകദേശം എല്ലാ പാർട്ടും നമ്മൾ കവർ ചെയ്യും. അതിന്റെ ഒരു ക്ലാസ് നോട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഡീപ്പസ്റ്റ് ആയിട്ടുള്ള. പിന്നെ അക്കാദമിക് സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ ക്ലാസ് റെക്കോർഡുകൾ അവൈലബിൾ ആയിരിക്കും ഒരു മാസം. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാം. നാളെ കാണാം. താങ്ക് യു. അടുത്ത താങ്ക് യു സാർ. താങ്ക് യു.